നിലു ബേബിക്ക് 5 വയസ്സായി എന്ന കഴിഞ്ഞ ദിവസം പേളി പങ്കുവച്ച വാർത്തയിലൂടെ എല്ലാവർക്കും മനസ്സിലായി. എന്നാൽ ഇത്തവണത്തെ പിറന്നാൾ ഗംഭീരമാക്കുമെന്ന് കരുതി എല്ലാവർക്കും തെറ്റി. മറിച്ച് പേളി അത് ആഘോഷിക്കാൻ തിരഞ്ഞെടുത്ത വഴി എല്ലാവരുടെയും കണ്ണ് നനയിക്കുകയാണ്. കുട്ടികൾ വളരെയധികം അറിയേണ്ട ഒരു കാര്യമാണിത്. അവർ ഇന്നീ ലോകത്ത് ജീവിക്കുന്നത് കഴിവുകളോടും വളരെയധികം സന്തോഷത്തോടു കൂടിയുമാണെന്നും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ഇനിയും ഈ ലോകത്ത് കാണാൻ കിടക്കുന്നു എന്ന് പഠിപ്പിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. നിലു ബേബിക്ക് 5 വയസ്സാണെങ്കിലും അത് തിരിച്ചറിയേണ്ട ഒരു പ്രായത്തിലാണ് നിലു ബേബി നിൽക്കുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നിലു ബേബിക്ക് 5 വയസ്സ് തികഞ്ഞപ്പോൾ പേളിയും ശ്രീനിയും നിലു ബേബിയെ കൊണ്ടുപോയത് ആലുവയിലെ ഒരു ബ്ലൈൻഡ് സ്കൂളിലേക്കാണ്. അവിടെ ഒരു ദിവസം ചിലവഴിച്ച് അവിടെയുള്ള കുട്ടികളുമായി സംസാരിച്ച് കളിച്ച് ഇടപഴകി അവരിൽ ഒരാളായി നിന്ന് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചാണ് ഇവർ മടങ്ങിയത്. നിലു ബേബിയുടെ ഇത്തവണത്തെ പിറന്നാൾ ഇങ്ങനെയാണ് ഇവർ ആഘോഷിച്ചത്. ക്രൂയിസിലൊക്കെ പോയി തന്നെ ഒരുപാട് നന്നായി ആഘോഷിച്ചു കുട്ടികൾ. അതുകൊണ്ട് തന്നെ ഉടനെ ഒരു ബർത്ത്ഡേ ആഘോഷം വേണ്ട എന്ന് കരുതി. ബർത്ത്ഡേ ആഘോഷം എന്തായാലും ഉണ്ടാകും. പക്ഷേ ആ ദിവസം അത്ര മനോഹരമായി നിൽക്കാൻ, ദൈവത്തോട് അടുത്ത് നിൽക്കാൻ നമുക്ക് ഇത്തരം പ്രവൃത്തികളാണ് നമ്മൾ ചെയ്യേണ്ടത്. പേളി പറയുന്നതും അല്ലെങ്കിൽ ചെയ്യുന്നതും ശരി തന്നെയാണ്. ഇങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. താരങ്ങളുടെ മക്കളാണെങ്കിലും താരങ്ങളാണ് എന്ന് അറിഞ്ഞു വളർന്നതിൽ പ്രശ്നമില്ല. മറിച്ച് ഇത്തരത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ചുറ്റുമുള്ള ആളുകളിൽ വളരെയധികം നന്മ കണ്ടെത്താൻ സാധിക്കും. അത് വളരെയധികം നല്ല കാര്യമായി തോന്നും. അതും പ്രേക്ഷകർ എടുത്തു പറയുന്നൊരു കാര്യം തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ആരാധകർ വളരെയധികം പ്രീതിയോടെ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയുന്നു. സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം. ആരാധകരുടെ പ്രീതി വളരെയധികം ലഭിക്കുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ പേളി ഇത്തരത്തിൽ ചെയ്തത്. അവിടെയുള്ള കുട്ടികളോടൊപ്പം പാട്ട് പാടിയും ഡാൻസ് കളിച്ചും നിതു ബേബിയും നിത്താരയും അതുപോലെ നിലു ബേബിയും ഒക്കെ അവിടെ ആഘോഷിക്കുകയാണ്. പേളി കുടുംബസമേതം തന്നെയാണ് ആലുവ ബ്ലൈൻഡ് സ്കൂളിൽ എത്തിയത്. അങ്ങനെ ഒരു സന്ദർഭം അവർക്ക് ഒരുക്കി കൊടുത്തതിന് നന്ദിയും പറയുന്നുണ്ട്. ബ്ലൈൻഡ് സ്കൂളിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. നമുക്ക് ദൈവം തന്നത് എന്തൊക്കെയാണ് എന്നും മറ്റുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാണ് ഇല്ലാത്തതെന്നും ഈ ലോകത്ത് അങ്ങനെയുള്ളവരും ജീവിക്കുന്നുവെന്നും പാടുന്നുവെന്നും നമ്മൾ തിരിച്ചറിയുന്നതും നമ്മളൊന്നും ഈ ഭൂമിയിൽ അത്ര വലിയ മനുഷ്യരല്ല എന്നും പക്ഷേ ദൈവം കൊണ്ട് ദൈവകൃപയാൽ ഭാഗ്യം ചെയ്തവരാണെന്ന് മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള ഓരോ ദിവസങ്ങൾ നല്ലത് തന്നെയാണ്. ലക്ഷങ്ങൾ പൊടിപിടിച്ച് നിങ്ങൾ ഇങ്ങനെ പിറന്നാൾ ആഘോഷിക്കുന്നതിനെക്കാട്ടിലും വളരെ നല്ലത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ദിവസം ചിലവഴിക്കുന്നത്. ലക്ഷങ്ങൾ പൊടിപിടിച്ച് ഇത്തരത്തിൽ വീഡിയോ ഇടുന്നത് നിങ്ങളുടെ ഒരു വരുമാനം കൂടിയായി മാറും എന്ന് നമുക്കറിയാം. അതിനെ ഞങ്ങൾ ആരും തടുക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കൂടി പേളി ചെയ്യാൻ തീരുമാനിച്ചത് പേളിയുടെ നല്ല മനസ്സുകൊണ്ടാണ് എന്ന് പ്രേക്ഷകർ പറയുന്നു. അതിന് ഞങ്ങൾക്ക് എത്ര പറഞ്ഞാലും മതിയാകില്ല. കാരണം പേളിയുടെ നല്ല മനസ്സ് എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എല്ലാവരെയും സഹായിക്കാൻ മുന്നിട്ട് നിന്ന് പേളി എപ്പോഴും അങ്ങനെ ചെയ്യാറുമുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.